ഹായ്, എല്ലാവർക്കും പൊന്നൂസ് കിച്ചൺ വയനാട് ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഒത്തിരി സന്തോഷത്തോടെയാണ് കേട്ടോ ഞാൻ ഈ സ്വാഗതം പറയുന്നത്. അതിന് കാരണമുണ്ട്. വീരപഴശ്ശി തമ്പുരാൻ്റെ ചരിത്രമുറങ്ങുന്ന മാവിലാന്തോട് പാർക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരുപാട് ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ കൊറോണ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് തിരക്കൊക്കെ മാറിയിരിക്കുവാണ്. എന്നാലും ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട്. ഇത് എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഈ സ്ഥലം. കേരളത്തിന് വേണ്ടി നമ്മുടെ പട പൊരുതിയ വീരപഴശ്ശിയുടെ ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ തന്നെ ജനിക്കാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. നമ്മുടെ വീരപഴശ്ശി തമ്പുരാൻ്റെ സ്തൂപവും പ്രതിമയും അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. പഴശ്ശിയുടെ ചരിത്രമുറങ്ങുന്ന കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. പഴശ്ശി പാർക്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഇവിടെ പൂക്കളായാലും കാടായാലും വളരെ ഭംഗിയാണ് കാണാൻ. ഇവിടെ നമുക്ക് നിൽക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ്. നമുക്ക് ആ പഴശ്ശിയുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു പവറാണ് കിട്ടുന്നത്. കൂടാതെ പക്ഷികളുടെ നല്ല ഒച്ചയും നല്ല ആ വോയിസും കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു രസമാണെന്നറിയാമോ. അത് പറഞ്ഞ് നമുക്ക് അറിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും നമ്മൾ ഈ വയനാട്ടിൽ ഈ മാവിലാന്തോട് ഒന്ന് തീർച്ചയായിട്ടും വരണം. നല്ല അടിപൊളി സ്ഥലമാണ്. നിറയെ പൂക്കളാണ് കേട്ടോ. നല്ല ഇവിടെ ഇപ്പം ആ ഭാഗത്തും എൻ്റെ റൈറ്റും ലെഫ്റ്റും ഒക്കെ കുറേ ബന്ദിപ്പൂക്കളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ആയി വരുന്നുണ്ട്. കൂടാതെ നമ്മൾ ഈ നടക്കുന്ന വഴികളിൽ ഫുള്ളും പൂക്കളാണ്. ഈ പൂക്കൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആണല്ലോ. അതും പറയാൻ വാക്കുകളില്ല. അടിപൊളിയാണ്. എല്ലാവരും എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വരണം. പഴശ്ശി തമ്പുരാൻ്റെ ചരിത്രമുറങ്ങുന്ന ധാരാളം ചിത്രങ്ങൾ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാം. ഇതാണ് പഴശ്ശി തമ്പുരാൻ വീരമൃത്യു വരിച്ച സ്ഥലം. അപ്പോൾ ഇതെൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ അമ്മ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരും. ഇതാണ് മാവിലാന്തോട്. മാവിലാന്തോടിൻ്റെ പരിസരം മുഴുവൻ പിന്നെ വനമാണ്. വനത്തിൽ ധാരാളം കാട്ടുമൃഗങ്ങളെല്ലാം ഉണ്ട്. പുലി, കടുവ, കുരങ്ങ് അങ്ങനെ എല്ലാ മൃഗങ്ങളും ഉണ്ട്. എന്തുകൊണ്ടും നമുക്കിവിടെ പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനുള്ളത്. പിന്നെ അമ്മയുടെ പാലം ഇല്ലേ? ഇവിടെ പാലമുണ്ട്. അത് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഒരു ചെറിയ പാലമുണ്ട്. അത് അന്നത്തെ കാലത്ത് പഴശ്ശി തമ്പുരാൻ്റെ കാലത്ത് പണി കഴിച്ച പാലമാണ്.
അപ്പം അത്രയും പവറായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോഴത്തെ പാലമൊക്കെ ഉണ്ടാക്കിയ കൂടിപ്പോയാൽ 3-4 വർഷം കഴിയുമ്പോഴത്തേനും ഇടിഞ്ഞു പൊളിഞ്ഞ് വീട്ടിലൊക്കെയാണ് നമ്മൾ കേൾക്കൽ പതിവ്. പക്ഷെ ഇത്രയും കാലങ്ങളായിട്ടും അതിനൊന്നും ഒരു കുഴപ്പവും തന്നെ സംഭവിച്ചിട്ടില്ല. പാലം നമുക്ക് കാണാവുന്നതാണ്, ഇവിടെ അടുത്ത് തന്നെയാണ് പാലം. ഇവിടെ ധാരാളം ജനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ്. വരുന്നവരെല്ലാം ഈ കാടിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടാണ് മടങ്ങി പോവാറ്. വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നല്ലൊരു അടിപൊളി ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. ഒരു ഊഞ്ഞാലല്ല കേട്ടോ, കുറേ ഊഞ്ഞാലുണ്ട്. പ്രായമായവരൊക്കെ ഇവിടെ വന്ന് വൈകുന്നേരം ആകുമ്പോൾ ഊഞ്ഞാലൊക്കെ ആടലുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഊഞ്ഞാൽ ആടിയതാണ്. പിന്നെ ഇപ്പോൾ ഈ പാർക്കൊക്കെ വന്നേ പിന്നെയാണ് ഊഞ്ഞാലൊക്കെ ആടുന്നത്. നല്ല രസമാണ് കേട്ടോ. എന്തായാലും പഴശ്ശിത്തമ്പുരാൻ്റെ ഈ ചരിത്രം മുറങ്ങുന്ന മണ്ണിലിരിക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ പണ്ട് പാടിയൊരു പാട്ട് എനിക്ക് ഓർമ്മ വരുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് പാടുവാണ് കേട്ടോ. പഴശ്ശിത്തമ്പുരാൻ പകർന്ന സ്വാതന്ത്ര്യ സമരത്തെ പന്തമേന്തിയോ വയനാടൻ മക്കളിലുണ്ട് ഈ മണ്ണിൻ്റെ നീരവകാശികൾ. തലയ്ക്കൽ ചന്തോ പ്ലാക്ക ചന്തോ രാമനമ്പി കോന്തപ്പൻ മാമ്പിലാട്ടോടൻ യാമു വെൺകലൂൻ കേളു ഇടിമിന്നൽ പോലൊരു നീലിപ്പെണ്ണും ഇടിമിന്നൽ പോലൊരു നീലിപ്പെണ്ണും. കുട്ടികൾക്കായിട്ട് ഇവിടെ നല്ല അടിപൊളി പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഊഞ്ഞാലുണ്ട്, എനിക്ക് ആടണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ സമ്മതിക്കത്തില്ല. ഇതുകൊണ്ട് 10 വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഊഞ്ഞാലാടാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് എൻ്റെ ആഗ്രഹം ഞാനിവിടെ ഉപേക്ഷിച്ചു. ഇവിടെ കുറച്ച് സഞ്ചാരികളൊക്കെ വന്നിട്ടുണ്ട്, ഒരു ഫാമിലിയാണ് കേട്ടോ. നമുക്ക് അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇപ്പോൾ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് പറയാമോ? കേട്ടറിഞ്ഞാണോ എങ്ങനെയൊന്ന് പറയാമോ? ഞങ്ങളുടെ കസിൻ്റെ വീടുണ്ടായിരുന്നു ഇവിടെ, അപ്പോൾ അവർ പറഞ്ഞ് കേട്ടറിഞ്ഞ് വന്നതാ. ഫസ്റ്റ് ആണ് വരുന്നത്? ആ, അതേട്ടാ വരുന്നത്. ഇഷ്ടപ്പെട്ടോ? ആ, നല്ല എല്ലാം കണ്ടിട്ട് ഒരു പോസിറ്റീവ് എനർജി ആണല്ലോ ഇവിടെ. ആ, നല്ല രസമുണ്ട് ഇവിടെ. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഇവിടെ മടുത്ത് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാനൊക്കെ ധാരാളം സ്ഥലങ്ങളുണ്ട്. നല്ല എന്താ പറയുക, നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. നല്ല കൂളാവും നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ. നല്ല വെയിലായിരുന്നു കേട്ടോ ഇത്രയും നേരം. നല്ല ക്ഷീണിച്ചു ഷൂട്ടൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു അടിപൊളി കടയുണ്ട്. തേൻനെല്ലിക്കയും പിന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ടതും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. വിനോദസഞ്ചാരികളൊക്കെ വരുമ്പോൾ ഈ കടയിൽ കയറിയിട്ടാണ് ഓരോ സാധനങ്ങൾ വാങ്ങി കഴിക്കുന്നത്. നല്ല തേൻനെല്ലിക്കൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് മേടിച്ച് കഴിക്കണം. ഇപ്പോൾ ഞാൻ എന്തായാലും വെള്ളം മേടിച്ച് കുടിക്കുന്നത്. അപ്പോൾ ഞാൻ ഉപ്പിട്ട ലൈം സോഡയാണ് പറഞ്ഞിരിക്കുന്നത്. ഉപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുടിക്കട്ടെ എന്തായാലും.
അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇവിടെ അടുത്താണ് എൻ്റെ വീട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ കുഞ്ഞി എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാവിലാന്തോട് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും വരണം. വയനാട് ജില്ലയിൽ പുൽപ്പള്ളി എന്ന സ്ഥലത്ത് നിന്ന് ഒരു 7 കിലോമീറ്റർ മാറിയാണ് ഈ മാവിലാന്തോട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വരണം, ഞങ്ങളുടെ റിക്വസ്റ്റ് പോലെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോകളുമായി ഇനി നമുക്ക് വീണ്ടും കാണാം. അതുവരെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.